सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहम् इति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदामज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वम्। शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं क्रियात्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतं वन्दे भगवन्तः पुनः पुनः। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। हरिः ओम्। ശിവധ്യാനം എന്ന് വെച്ചാൽ ആത്മധ്യാനം എന്ന് തന്നെ അർത്ഥം. ശിവം എന്നത് നമ്മുടെ സ്വരൂപമാണ്. ശിവം എന്ന വാക്കിന് വാച്യാർത്ഥം പരമമംഗളമായത് എന്നർത്ഥം. ആ പരമമംഗളമായിട്ടുള്ള നമ്മുടെ സ്വരൂപത്തെ അറിയലാണ് ശിവധ്യാനം. ഇതൊരു സാധനയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു സാധനയ്ക്കാണ്. സാധന എന്ന് വച്ചാൽ നിത്യേന നിയമേന ഒരിടത്ത് ഒരു വിചാരത്തോടു കൂടി ഇരിക്കുക. ഇതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. നിത്യേന നിയമേന ഒരിടത്ത് ഇരുന്ന് നമ്മൾ പരിശീലിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോയാൽ ഇംഗ്ലീഷിൽ അക്ലമറ്റൈസ് എന്ന് പറയും. ഇപ്പൊ മിലിറ്ററിക്കാരൊക്കെ ഒരു 7 കിലോമീറ്ററൊക്കെ ഉള്ള ഒരു മല അവർക്ക് ഒറ്റ സ്ട്രെച്ചിൽ കയറി പോകാൻ പറ്റും. ഇവരെന്ത് ചെയ്യും? 1 വീക്ക് ടൈം എടുത്ത് പതുക്കെ 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 കയറും. എന്ന് വെച്ചാൽ അക്ലമറ്റൈസ് ആവാൻ, ആ സ്ഥലവുമായിട്ട് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ. ഇത് പ്രകൃതമാണ്, പ്രകൃതിയാണ്. അതുപോലെ തന്നെ ഈ അധ്യാത്മവിദ്യയും നമ്മളെ പതുക്കെ 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 ശനൈഹി ഉപരത്തി പതുക്കെ 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 നമ്മളിത് ശീലമാക്കി മാറ്റണം. ശീലമാക്കി മാറ്റിയാലോ മറ്റു വിഷയങ്ങളെല്ലാം പോയി ഭഗവദ്ധ്യാനം മാത്രമായി മാറും. അതിനെന്താ വേണ്ടത്? മുമുക്ഷുത്വം വേണം. മംഗളകരമായിട്ടുള്ളൊരു വസ്തുവിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം ഉള്ളിലുണ്ടാവണം. അതാണ് ധ്യാനത്തിന് പ്രധാനം. സാധനയ്ക്ക് പ്രധാനം ദാഹമാണ്, ജ്ഞാനത്തിനു വേണ്ടിയിട്ടുള്ള ദാഹം.
ലാഭയിച്ചയല്ല. എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കും നമ്മൾ. ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ എന്താ ഫലം? രമണ മഹർഷി വളരെ കൃത്യമായിട്ട് പറയണു, ഫലം അശാശ്വതം. ശാശ്വതമേ അല്ല ഫലം. എന്താ ഫലം അശാശ്വതമായത്? കർമ്മം പരമല്ലാത്തത് കൊണ്ട്. കർമ്മ കിം പരം? കർമ്മം തത് ജഡം. കർമ്മം ജഡമാണ്. കർമ്മം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ ആശ്രയിച്ചാണ് കർമ്മം ഇരിക്കുന്നത്. കർമ്മം പരമേ അല്ല. നമ്മൾ വൈദിക കർമ്മങ്ങളൊക്കെ പരം എന്ന് വിചാരിക്കുന്നു. പല കർമ്മങ്ങൾ, പല പൂജകൾ, ജ്യോതിഷശാസ്ത്രം ഒന്നും പരമേ അല്ല. അത് ജഡമാണ്. എപ്പോ അത് ചൈതന്യവത്താവണോ? ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ. ഉള്ളിലിരിക്കുന്ന ചൈതന്യം കൊണ്ട് അതിലേക്ക് അർഘ്യം അർപ്പിക്കുക. അർഘ്യം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് അതിലേക്ക് എപ്പോ പോയി നിൽക്കുമോ അപ്പൊ അതിന് ചൈതന്യം വന്നു. അപ്പൊ കർമ്മത്തിന് ചൈതന്യം വരണമെങ്കിൽ കർത്താവ് വേണം. കർത്താവ് ഈശ്വരനാണ്. കരണം കാരണം കർത്ത, വികർത്ത ഗഹനോ ഗുഹ എന്ന് വിഷ്ണു സഹസ്രനാമത്തില് മഹാവിഷ്ണുവിന് നാമം കരണം. ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ, ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. കാരണം, ഇപ്പൊ ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്, ആ കാരണവും ഭഗവാൻ തന്നെയാണ്. കർത്ത, ഇവിടെ ഇരുന്ന് നമ്മൾ കേൾക്കണോ എന്നുള്ള ഭാവം നമ്മളല്ല കേൾക്കുന്നത്. ഉള്ളിലിരുന്ന് ആ പരമേശ്വരൻ കേട്ടുകൊണ്ടിരിക്കണു. കർത്ത. വികർത്ത എന്ന് വെച്ചാലോ, ചിലർ പറയും ഈശ്വരൻ ഒന്നുമില്ല, ഒരു കർമ്മവും ചെയ്യണമെന്നില്ല, ഇത് കേട്ടത് ഞാനാണെന്ന് കരുതും. വികർത്താവായിട്ട് അഭിനയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഗഹനോ ഗുഹ, അതിനെ തേടിപ്പോയ ഗഹനമാണ് അവൻ. എവിടെ ഇരിക്കണു? ഗുഹയിലിരിക്കണു. ഏത് ഗുഹയിലായിരിക്കണത്? ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദയ ഗുഹയിലിരിക്കണു അവൻ. പരമേ വ്യോമൻ. തൈത്രീയ ഉപനിഷത്ത് പറയണു, ഹൃദയത്തിൽ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. പരമമായ ഹൃദയാകാശത്തിലിരിക്കണു അവൻ. ആ വസ്തുവിനെ തേടലാണ് സാധന. ആ വസ്തുവിനെ അറിയലാണ് ജ്ഞാനം. ജ്ഞാനം വ്യവഹാരത്തിനല്ല. പക്ഷെ ജ്ഞാനത്തെ മുൻനിർത്തി വ്യവഹരിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ജ്ഞാനവും വ്യവഹാരവും രണ്ടും രണ്ടാണ്. വേദാന്തവും വ്യവഹാരവും. പലരും എന്ത് ചെയ്യും? കുറച്ച് വേദാന്തമൊക്കെ കേട്ടിട്ട് വെളിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. ആപ്ലിക്കബിളേ അല്ല. വേദാന്തം നമ്മുടെ സ്വരൂപമാണ്. എൻ്റെ ഹൃദയമാണ് വേദാന്തം. വേറൊരു പൊരുളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മിക്സായി പോകും. നമ്മളൊക്കെ ഇരിക്കുന്നത് അങ്ങനെയാണ്, മിക്സ്ചറായിട്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കേരളക്കാരുടെ ഒരു ഭക്ഷണവും ഇതാണ്, ഈവനിങ്ങിലും മിക്സ്ചർ. എല്ലാത്തിനെയും മിക്സ് ചെയ്ത് വെച്ചിട്ട് കഴിച്ച് സന്തോഷിക്കണം. പരമഹംസം എന്ത് ചെയ്യണു? കാകം പറന്നു പുനർ ഹംസങ്ങൾ പോയ വഴി പോകുന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഹംസം എന്താ? കാക്കയിൽ നിന്നും പ്രത്യേകത. കാക്ക എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി വേസ്റ്റൊക്കെ കൊത്തി തിന്നുകൊണ്ടിരിക്കും. ഹംസം എന്ത് ചെയ്യുന്നറിയോ? പാലും വെള്ളവും മിക്സായിരുന്ന അതിൽ പാലിനെ മാത്രം എടുക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് പാരമഹംസർ എന്ന് പറയണത് ജ്ഞാനികളെ. അവരെന്ത് ചെയ്യും? സത്തിനെ മാത്രം എടുത്ത് സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടണം. നാരായണ ഗുരുദേവൻ പറഞ്ഞു, സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നിടണം. ഞാൻ പതുക്കെ പതുക്കെ പതുക്കെ, ഘോരമാവല്ല, മൃദുവായി. മൃദു എന്ന് വെച്ചാൽ ഒരു പുഷ്പം പോലെ ആവുക എന്ന് വെച്ചാൽ പുഷ്പം പോലെ മണക്കുക. ഒരു പുഷ്പത്തില്
ഒരു മണം എന്ത് ചെയ്യണു? പല വണ്ടുകളെയും ആകർഷിക്കണു, നമ്മളെ പോലുള്ളവരെ ആകർഷിക്കണു. അതൊന്നും ബോർഡ് എഴുതി വെച്ചിട്ടേ അല്ല. ഒരു ശിവഭക്തൻ പറഞ്ഞിരിക്കണു, പൂവിൽ നാട്രം പൂണ്ട് ഉയരും നിന്നേരിയ പെരുമൈ. ഒരു പൂവില് മണം എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാന്റെ ആകർഷണം. ഭഗവാൻ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തര്. ശ്രവണത്തിലൂടെ, അമ്പലത്തില്, ഭഗവത് കാര്യത്തില് ദുഃഖം തന്നുകൂടെ ഭഗവാൻ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖം തരുന്നതോടും നമ്മൾ ഭഗവാനെ എന്തിനു ദുഃഖം തന്നു ഭഗവാനെ ചോദിക്കണം, അല്ലേ? സുഖം തരുമ്പോൾ നമ്മൾ ഭഗവാനെ എന്നൊരു കമ്മ്യൂണിക്കേഷനോ ഒരു 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 കൺവേയിങ്ങോ ഇല്ല. സുഖം വരുമ്പോൾ ഞാൻ ചെയ്ത് കിട്ടി, എൻ്റെ ഇത് എന്നുള്ള ഭാവം വരും. ദുഃഖം വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പണക്കാരനായാലും പാവപ്പെട്ടവരായാലും ചോദിക്കണത്, ഭഗവാനെ എന്തിനെനിക്ക് ദുഃഖം തരണു ഭഗവാനെ ചോദിക്കണം. അപ്പൊ ദുഃഖം നമ്മളെ ഹയർ പ്ലെയിനിൽ കൊണ്ടുപോകണം, അല്ലേ? ആത്യന്തികമായിട്ടുള്ള ദുഃഖം വന്നാൽ നമ്മൾ സന്തോഷിച്ചുകൊള്ളുക, ഭഗവാൻ നമ്മുടെ മുന്നില് പ്രത്യക്ഷമായി എന്ന് വിചാരിച്ചുള്ള, ഭഗവാന്റെ കോളാണെന്ന് വിചാരിക്കാം. അപ്പൊ സാധനയ്ക്ക് ഒന്നുമേ പ്രതിബന്ധമല്ല. വ്യവഹാരം സന്യാസി വേഷം കെട്ടിയാലും പ്രതിബന്ധമാണ്. അതുകൊണ്ട് മഹർഷി പറഞ്ഞു, സന്യാസം നിർമ്മലം ജ്ഞാനം. നിർമ്മലമായ ജ്ഞാനമാണ് സന്യാസം. അതും ഒരു അഭിമാനമാണത്ര. ഞാൻ സന്യാസി എന്നൊരു അഭിമാനം വരും. ഇന്നലെ വരെ ഗൃഹസ്ഥന്ന് ഞാൻ അഭിമാനിച്ചു, നാളെ ഞാൻ സന്യാസി എന്ന് അഭിമാനിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഗൃഹസ്ഥനായാലും ശരി, സന്യാസി ആയാലും ശരി, വസ്തു അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ വസ്തുവിനെ അറിയലാണ് സന്യാസം. ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് ഗീതാഭാഷ്യത്തില് ആരംഭത്തിൽ തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞു. അതിന് മൂപ്പോ എളപ്പോ ഒന്നുമില്ല. ഇത്ര പ്രായമായാലേ അത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ചിലർ പറയും 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ, ഈ അധ്യാത്മമൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് മതി എന്ന് പറയും. ഇതിന് വല്ല ലെവലുണ്ടോ, വല്ല ഏജ് ലിമിറ്റ് ഉണ്ടോ? മരണം അതുപോലെ വരണില്ലല്ലോ. മരണം ഒരു 60 വയസ്സിന് ശേഷമേ എന്നെ മരണം വേട്ടയാടാവൂ എന്ന് പറയോ ആരെങ്കിലും? വരും, എപ്പോ വേണമെങ്കിലും വരാം. മൃത്യു ധാവതി, മൃത്യു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ, കണ്ണു മുമ്പിൽ പല വസ്തുവിലും മൃത്യു ധാവതി, മൃത്യു ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്താൽ തിരിച്ചു വരുമോന്ന് അറിയില്ല നമുക്ക്. അപ്പോ ഒന്നിനും ഒന്ന് പ്രതിബന്ധമേ അല്ല. അതാണ് ഈ ശ്ലോകത്തില് ആചാര്യസ്വാമികൾ നമ്മളോട് പറയണത്. വടുർവാ ഗേഹീവാ യതിരബി ജഡീവാ തതിതരോ നരോവാം യക്കശ്ചിത് ഭവതു ഭവകിം തേന ഭവതി യദീയം ഹൃത്പത്മം യദി ഭവദീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി വടുർവാ ഗേഹീവാ യതിരപി ജഡീവാ. ആചാര്യസ്വാമികൾ പറയണു വടുർവ. വടു എന്ന് വെച്ചാൽ ബ്രഹ്മചാരി, ബ്രഹ്മചാരി ആയിക്കോട്ടെ. വടുർവ ഗേഹീവ, ഗേഹി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ. യതിരപി ജഡീവ, യതി എന്ന് വെച്ചാൽ സന്യാസി. ജഡീവ, ഇനി ജടാമുടികൾ ധരിച്ചവനോ ആയിക്കോട്ടെ. സന്യാസി എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ജടാധാരിയായിട്ടൊക്കെ നിൽക്കണവനായിക്കോട്ടെ. തതിതരോ, ഇതിലൊന്നുമില്ലാത്തവനും ആയിക്കോട്ടെ. വർണ്ണാശ്രമത്തെയാണ് പറയണത്. ചാതുർവർണ്ണാശ്രമം.
ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ഇത് നാലും എന്തിന് ചിട്ടപ്പെടുത്തിയിരിക്കണു എന്ന് വെച്ചാൽ ഭഗവത് ധ്യാനത്തിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ബ്രഹ്മചര്യത്തിലൂടെ ഒരു കുട്ടി ഭഗവതാരാധനയാണ് അവന്റെ ലക്ഷ്യം എന്ന് അവൻ കൺവിക്റ്റഡ് ആവണം, കൺവിക്ഷൻ വരണം, ഉറപ്പ് വരണു അവന്. ഭഗവാനേ ഉള്ളൂ രക്ഷ, ഭഗവത് ധ്യാനമാണ് ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് ഒരുത്തൻ മനസ്സിലാക്കും. അതിനാണ് ബ്രഹ്മചര്യാശ്രമം. ഈ ബ്രഹ്മചര്യാശ്രമത്തില് പലരും വേദം പഠിക്കണു, അത് വർണ്ണാശ്രമ വിധാനമായിട്ട് പലതും ചെയ്യണം. പലരും സംസ്കാരത്തോടുകൂടി വളരണം, വേദവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ധർമ്മവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിലൂടെ അവൻ ശാസ്ത്രത്തെ അറിയണം, ശാസ്ത്രത്തിന്റെ ലക്ഷ്യത്തെ അറിയണം, തത്വത്തെ അറിയണം. ഈ തത്വത്തെ അറിഞ്ഞാൽ നോക്കൂ, തത്വവും വ്യവഹാരവും വി കനോട്ട് മിക്സ്. ഈ തത്വത്തെ അറിഞ്ഞവൻ ഉടൻ സന്യാസിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോക്കൂ, നമുക്ക് ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, മഹാഭാരതം ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച 18 പുരാണങ്ങൾ സമ്മാനിച്ച വ്യാസൻ ഗൃഹസ്ഥനാണ്. സന്യാസധർമ്മം കൂടെയും വ്യക്തമായിട്ട് പല ഗ്രന്ഥത്തിലൂടെയും പുരാണത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വ്യാസനാണ്. ആ വ്യാസൻ സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, ബ്രഹ്മചര്യനാണ്. അറിയാത്ത ആൾക്ക് എങ്ങനെ ഇത് രചിക്കാൻ പറ്റും? ചായ കുടിച്ചിട്ടില്ലാത്ത ആൾക്ക് ചായയെക്കുറിച്ച് എങ്ങനെ ക്ലാസ് തരാൻ പറ്റും? അല്ലേ? അതുപോലെ ഇതെല്ലാം അറിഞ്ഞ ആളാണ്, ഗൃഹസ്ഥനാണ് അദ്ദേഹം. രാമകൃഷ്ണദേവൻ ഗൃഹസ്ഥനാണ്, ധർമ്മപത്നിയാണ് ശാരദാദേവി. നോക്കൂ, ദേവി എന്നാണ് അഭിസംബോധന. ഒരു ദിവസം ശാരദ എന്ന് പേര് വിളിച്ചതിന് വളരെയധികം ദുഃഖിച്ചു. നമ്മളെ വീട്ടിലോ, നമ്മളെ നാട്ടില് ABCD അല്ലേ, ആൽഫബറ്റിന്റെ 4ാമത്തെ ലെറ്ററേ വിളിക്കുള്ളൂ എല്ലാവരും. ഭാര്യയെ ഡി എന്ന് വിളിക്കും. ശാരദയെന്ന് പേര് വിളിച്ചതിന് ദുഃഖിച്ചു അത്ര. അമ്മ ഭവതാരിണിയായിട്ട് തന്നെ കണ്ടു, ആ തൻ്റെ ഉപാസനാമൂർത്തിയായിട്ട് തന്നെ ദേവിയെ കണ്ടു. ഇതാണ് ധർമാചരണം. ഇത് കണ്ടത് കേട്ടതൊക്കെ വിളിക്കാനുള്ളതൊന്നുമല്ല പത്നി. പക്ഷേ വ്യവഹാരത്തിൽ ചിലപ്പോൾ വന്നു പോവില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആവർത്തിക്കാതിരിക്കുക, എല്ലാവർക്കും വന്നു പോവും. അതേ വ്യാസൻ ദേഷ്യത്തിനെ എഴുതിയിട്ടുണ്ട്, കോപം, ദുർവാസാവിന്റെ കോപത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോപം എന്തെന്നും അറിയാം, പീഡനം വരെ ഉണ്ട് അതില്. അപ്പൊ ഇതും അറിയായിരിക്കണം അല്ലേ? ഇല്ലാതെ പറ്റില്ല. ഒരാള് ഒരു കാര്യം അനുഭവിക്കാതെ അദ്ദേഹത്തിന് ഒന്നിനെ വിവരിക്കാൻ സാധ്യമേല. അനുഭവവേദ്യമായിട്ടുള്ള കാര്യമേ വിവരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രതിബന്ധമേ അല്ല. നമ്മൾ കരുതും, ഓ ബ്രഹ്മചര്യായിട്ട് ഒരു കുട്ടിയെ വിട്ടാൽ, വേദം അധ്യയനം ചെയ്യിപ്പിച്ചാൽ അവൻ സന്യാസിയായി പോകും, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കും. വാസ്തവത്തിൽ മകൻ നഷ്ടപ്പെടുകയല്ല, മകൻ നല്ലൊരു ജീവനായി മാറും, നല്ലൊരു വ്യക്തിത്വമായിട്ട് ജീവിക്കണം. തത്വത്തെ അറിഞ്ഞുകൊണ്ട് വ്യവഹരിച്ചാൽ അവൻ ദുഃഖിക്കാതെ സുഖമായിട്ടിരിക്കണം. നമ്മൾ ഈ തത്വത്തിനെ മറച്ചു വെച്ചിട്ട് ജീവിക്കാൻ പഠിപ്പിക്കണോ കുട്ടികളെ? കുട്ടികൾ ദുഃഖിക്കണോ? SSLC വരുമ്പോ കരയണോ? പഠിച്ച് തലേ കയറണില്ല എന്ന് പറയണോ? അല്ലേ? ചെറിയ ഒരു പ്രതിസന്ധി കൂടെ അവർക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷെ സാധനം നോക്കൂ, വലിയ പ്രതിസന്ധിയാണിത്. മന്ത്രവും വെച്ചുകൊണ്ടിരിക്കണതൊക്കെ അല്ലേ, കുറച്ചു നേരം ജപിക്കുമ്പോൾ മനസ്സ് എവിടെയോ പോകും. പിന്നെ പോയ മനസ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തി വീണ്ടും കുറച്ചു നേരം ജപിക്കുമ്പോൾ വീണ്ടും കാശിക്ക് പോകും. ഇത് കുട്ടിക്കാലത്തിലെ ഈ ജപം, ഒരു സംസ്കാരം ഒക്കെ കിട്ടിയ ഒരു ഗായത്രി ജപം ചെയ്യണ ഒരു ബ്രാഹ്മണന് അവന് ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും. അവന് വ്യായാമമൊന്നും വേണ്ട. നമ്മൾ കരുതും ഈ മന്ത്രജപമൊക്കെ ജപിച്ചിരിക്കുന്നവർക്ക് എന്തു വ്യായാമം വേണമെന്നാണ്. ഈ മന്ത്രം എന്ന് പറയുന്നത് പ്രാണനാണ്. നിങ്ങൾ വ്യായാമം ചെയ്യണത് പ്രാണനെ നിയന്ത്രിക്കാനാണ്. പ്രാണത്തിന്റെ സ്ഥൂലമാണ് ശരീരം. അന്നേന പ്രാണാഹ, അന്നത്തിൽ നിന്നും പ്രാണൻ. ഈ പ്രാണന്റെ സ്ഥൂലം, പ്രാണനെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ശരീരമായിട്ടാണ്. അതുകൊണ്ട് നമ്മളൊന്നും മസിൽ ബിൽഡ് ചെയ്യാനൊന്നും അല്ല ഈ ശരീരവും വ്യായാമവും ഒക്കെ ചെയ്യണത്, പ്രാണനെ നിയന്ത്രിക്കലാണ്. മന്ത്രം പ്രാണനാണ്. ചില വേദമന്ത്രമൊക്കെ ഉദാത്തം അനുദാത്തം ഒക്കെ ഉണ്ട്. ഉയർച്ച താഴ്ച, ഇതൊക്കെ പ്രാണന്റെ അഭ്യാസമാണ്, പ്രാണായാമമാണ്. നമുക്കറിയില്ലല്ലോ, വളവളവളാന്ന് പറയണമല്ലോ മന്ത്രമൊക്കെ. ക്രമത്തിൽ ഒരു ശ്രീരുദ്രം കൃത്യമായിട്ടൊരു ക്രമത്തിൽ ജപിച്ചാൽ അവൻ പ്രാണായാമിയാണ്. ചുമ്മാ മൂക്കുമ്പത്തി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇതൊന്നും അല്ല പ്രാണായാമം. ഒരു മന്ത്രോച്ചാരണം പ്രാണനെ തരും, അത് പ്രാണനെ നിയന്ത്രിക്കും. പ്രാണോപാസനയാണത് ഗായത്രി. അപ്പൊ അതുകൊണ്ട് വ്യായാമം ചെയ്യടാന്നൊന്നും പറയണ്ട. കൃത്യമായിട്ട് ഒരാള് ഗായത്രി ജപം ചെയ്താൽ അവൻ വ്യായാമം ചെയ്തു, അവൻ യോഗ അഭ്യാസിച്ചു, പ്രാണനെ അവൻ അറിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പ്രാണനെ അറിഞ്ഞാൽ പ്രാണത്തിന്റെ സൂക്ഷ്മമാണ് മനസ്സ് നിയന്ത്രിക്കപ്പെടും. അതുകൊണ്ടാണ് യോഗം ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഗയിലൂടെ ചിത്തവൃത്തിയെ നിരോധിക്കപ്പെടുന്നു. ഒരുവൻ യോഗ ചെയ്യുമ്പോഴേ സമസ്ഥിതി ഏർപ്പെടുന്നു. സമമായിട്ടൊരു സ്ഥിതി വരുന്നു. അവൻ സമസ്ഥിതി എന്ന് പറഞ്ഞാൽ അവന്റെ നാച്ചുറൽ സ്ഥിതി, അവന്റെ പ്രകൃതം, അവന്റെ സ്വരൂപം, അതിലോട് ചേരലാണ് യോഗം. അപ്പൊ പ്രാണനെ അവൻ അഭ്യസിച്ചാൽ അവൻ മനസ്സിനെ നിയന്ത്രിക്കും. മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് ഇരിക്കണവന് വിജ്ഞാനമുണ്ടാവും. മനസ്സിന്റെ സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധിയുടെ സ്ഥൂലമാണ് മനസ്സ്. അതുകൊണ്ട് ബുദ്ധി ഭ്രമിച്ചു പോയാൽ മനസ്സ് എവിടെയെങ്കിലൊക്കെ ഓടും. നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ, ഈശ്വരധ്യാനം ചെയ്യണ ഒരു ബുദ്ധിയാണെങ്കിൽ മനസ്സ് ഈശ്വരനെ തേടും. കാണുന്നതെല്ലാം ഈശ്വരനാവും. പ്രഹ്ലാദനെ നോക്കൂ, കാണുന്നതെല്ലാം ഈശ്വരൻ. അതേ വീട്ടിൽ താമസിക്കുന്ന ഹിരണ്യകശിപോ എവിടേക്കോ യാത്ര ചെയ്ത് നോക്കി, ഈശ്വരനെ തേടി, എവിടെ കിട്ടിയോ ഇല്ല. അവസാനം ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളും ആരംഭിച്ചു, നിരീശ്വരവാദികളുടെ ഒരു സ്കൂൾ. അതിൽ നിന്ന് പഠിച്ചിറങ്ങിയവരൊക്കെയാണ് നമ്മളെ ഈ രാജ്യത്തിൽ, ഈ നാട്ടിലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരീശ്വരവാദം നോക്കൂ. ഈ നിരീശ്വരവാദം നമ്മൾ പറയണല്ലേ, ഈ കൂട്ടരായി ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോണത്. അവരൊക്കെ വീട്ടിലൊക്കെ ചെറിയ ആൽത്തറകളും ഉണ്ടാവും. ഈശ്വരവാദിയായിരിക്കണം നമ്മളൊക്കെ ഉണ്ടല്ലോ, വിളക്ക് കൂടെ കത്തിക്കില്ല. ഫോണിലൊക്കെ ആയിരിക്കും ഗായത്രി മന്ത്രം, ഒന്നും ജപിക്കില്ല. ഫോൺ കോൾ ചെയ്ത ഗായത്രി മന്ത്രം, വീട്ടിൽ ബെല്ലടിച്ച ഗായത്രി മന്ത്രം, അവനൊട്ട് ജപിക്കില്ല. ചിന്മയാനന്ദ സ്വാമിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, സ്വാമിജി, ഐ വിൽ ലിസൺ ടു യുവർ ടോക്സ് എവറി ഡേ,
ബൈ പുട്ടിങ് ഇറ്റ് ഇൻ എ ടേപ്പ് റെക്കോർഡർ. ഞാൻ എന്നും കേൾക്കും അങ്ങയുടെ പ്രഭാഷണം ഒരു ടേപ്പ് റെക്കോർഡറിൽ ഇട്ട് CD ഇട്ട് കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ ടേപ്പ് റെക്കോർഡർ വിൽ ഗെറ്റ് മുക്തി. ആ ടേപ്പ് റെക്കോർഡറിന് മുക്തി കിട്ടും, നിനക്ക് കിട്ടില്ല. കാരണം നീ ഈ ടേപ്പിൽ ബന്ധനായിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ബ്രഹ്മചര്യത്തില് ശാസ്ത്രത്തിൽ പോയി നമ്മൾ ഒട്ടിയിരിക്കാനും പാടില്ല. അങ്ങനെ ഒട്ടിയിരുന്ന തത്വം മാറിപ്പോവും, വഴിമാറിപ്പോവും. ശാസ്ത്രത്തിന്റെ പൊരുളിനെ അറിഞ്ഞ് തത്വമായിട്ടിരിക്കലാണ് നമ്മുടെ അധ്യാത്മം. ശാസ്ത്രത്തിനെ കെട്ടിപ്പിടിച്ചിരുന്ന വലിയ കുഴപ്പമാണ്, നമുക്ക് പ്രശ്നമാണ്. ശാസ്ത്രം പറയണത് പോലെ ഒക്കെ പ്രകൃതിയിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോ ഒരു നായി ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കണം, എത്ര ഓടിച്ചിട്ടും ആ നായി പോണില്ല. ശാസ്ത്രം പറയണത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നായ്ക്ക് ഭക്ഷണം കൊടുക്കണം, ശ്വാനഭോജനം ശാസ്ത്രം പറയണം. പക്ഷെ ഈ നായി ഇവിടെ വന്ന് വെള്ളം ഒലിപ്പിച്ചിരുന്ന ആർക്കെങ്കിലും ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചോറ് അതിനിട്ട് കൊടുത്ത് അത് അതിന്റെ പാട്ടിന് പോവും. അപ്പൊ ശാസ്ത്രത്തെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന വലിയ പ്രോബ്ലമാണ്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രം എന്തിനാ? നമ്മളെ ഫ്രീ ആക്കാൻ. ആ ശാസ്ത്രമേ നമ്മളെ പിടിച്ച് കൂട്ടിലിടാൻ പാടില്ല. അപ്പൊ ബ്രഹ്മചര്യക്ക് ഒരു പ്രതിസന്ധി ഒന്നുമില്ല അല്ലേ? സൂര്യനെ കാണണമെങ്കിൽ ടെറസിന്റെ മേലെ നിന്നാല്, എൻ്റെ വീട്ടിലെ ടെറസിന്റെ മേലെ നിന്നാലേ കാണാവുന്നുണ്ടോ? എവിടെ പോയി നിന്നാലും കാണാം. അതുകൊണ്ട് എന്നെ അറിയണമെങ്കിൽ എനിക്ക് ഈ വേഷമല്ല വേണോ? ഞാൻ ബ്രഹ്മചര്യ ആയാലേ എനിക്ക് എന്നെ അറിയാൻ പറ്റുള്ളൂ. ഇല്ല. ഗേഹീവ. ഇനി ഗൃഹസ്ഥൻ അല്ലേ? ബ്രഹ്മചര്യാത്ത് ഗൃഹീ ഭവേത്. ബ്രഹ്മചര്യ എന്ത് ചെയ്യും? ഗൃഹസ്ഥനായി മാറും. ബ്രഹ്മചര്യാണ് ഇതിന്റെ ഓപ്പണിംഗ്. ബ്രഹ്മചര്യമാണ് അവനെ ഗൃഹസ്ഥനാക്കണതും വാനപ്രസ്ഥനാക്കണതും സന്യാസിയാക്കണതും. ബ്രഹ്മചര്യാത് ഗൃഹീ ഭവേത്, ഗൃഹീഭൂത്വാ വനീ ഭവേത്, വനീഭൂത്വാ പ്രവ്രജേത്, അഥവാ ബ്രഹ്മചര്യാതേവ പ്രവ്രജേത്. ഇതാണ് ശാസ്ത്രം പറയണത്. വിൽക്രമസ്ഥിതിയില്ല. ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരെ ഒരുത്തൻ ഗൃഹസ്ഥനായി. എങ്ങനെ? ഈ തത്വത്തെ അറിഞ്ഞ് ഗൃഹസ്ഥനായി, ഗൃഹസ്ഥാശ്രമിയായി. അതും അവന് പ്രതിബന്ധമൊന്നുമില്ല അല്ലേ? സന്യാസിയുടെ ആശ്രമത്തിൽ നിന്നാലേ എനിക്ക് എന്നെ അറിയാവുന്നൊന്നുമില്ല. ഗൃഹസ്ഥന്റെ വീട്ടിൽ പോയാലും ഞാനുണ്ട്. സ്വരൂപം സുവ്യക്തമായിട്ടുള്ളിൽ ഞാൻ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ഗൃഹസ്ഥനായാലേ എനിക്ക് അറിയാവൊന്നുമില്ല. ചിലർ പറയും, ഇത് ഈ വഴിക്കല്ലേ പോവാവൂ, ഇപ്പൊ ബ്രഹ്മചര്യം, ഇനി ഒരു ഗൃഹസ്ഥൻ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി അതിന്റെ സുഖമൊക്കെ അനുഭവിച്ച് അടുത്തിനി വാനപ്രസ്ഥനായി പിന്നെ സന്യാസി. അങ്ങനെ നിയമമില്ല. അതുകൊണ്ട് ശാസ്ത്രം തന്നെ ഒരു എക്സെപ്ഷണൽ കേസസ് എന്ന് പറയും. ചില കേസസ് എക്സെപ്ഷണലാണ്. അതുപോലെ പ്രത്യേക സാഹചര്യത്തിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ നമുക്ക് സന്യാസിയാവാം. ആരുണ്ട്? ഉദാഹരണം, ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് തന്നെ 8 വയസ്സായ ബാലൻ. 8 വയസ്സായ ബാലൻ ശങ്കരൻ കേരളത്തിൽ നിന്നും മധ്യപ്രദേശം വരയ്ക്കും കാൽനടയായിട്ടും കൂടെയൊക്കെ പോയി. പല രീതിയിലും പോയി. എവിടെ? ഓംകാരേശ്വരം വരെ, മധ്യപ്രദേശം വരെ പോയി ഈ വിദ്യക്ക് വേണ്ടി പോയി. നമുക്കോ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടൊന്നും കേൾക്കാൻ വയ്യ. പോരാത്തതിന് വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ സുലഭമായിട്ടുണ്ട്, എടുത്ത് കേൾക്കാൻ വയ്യ. അപ്പൊ ഒരു 8 വയസ്സായ കുട്ടിക്ക് ദാഹം വന്നു. നമുക്ക് ഇത്ര കാലമായിട്ട് ദാഹം വന്നില്ല. ദാഹമുണ്ട്. എന്തിനാ? പെപ്സി, മിറിണ്ട, കൊക്കക്കോള, മദ്യം, ഇതിലൊക്കെ ദാഹം അല്ലേ? ചിലർക്ക് ആഹാരം.
അന്നം തത് വ്രതം എന്ന് പറഞ്ഞ് കുറച്ച് പേരുണ്ട്. അവർക്ക് അന്നമാണ് ഉപാസന മാർഗം. ഊണ് ഊണ് ഊണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അതിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാം അല്ലേ? ഇപ്പൊ യൂട്യൂബൊക്കെ നോക്കിയാൽ ഇവിടെ നല്ല ഊണ്, ഇവിടെ നല്ല ഊണ്, അവിടെ നല്ല ഊണ്. അതുകൊണ്ട് വീട്ടിൽ ഊണുമില്ല, ഉറക്കമില്ല, ഫുൾ ടൈം ഇതാണ് കറക്കം. അന്നം വ്രതമാക്കി എടുത്തിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ ഉണ്ണിക്കണം, ഇതാണ് അവരുടെ നിയമം. ഇപ്പൊ ദാഹം വരണം, മുമുക്ഷുത്വം വന്നാൽ ആ 8 വയസ്സായ കുട്ടി പൂർണ്ണമായിരുന്നു അല്ലേ? അതിന് പോയിട്ട് ഇനി കല്യാണം കഴിക്കൂ ഒന്നും പറയണ്ട, അത് പൂർണ്ണമായി. ജീവിത ലക്ഷ്യത്തെ അറിഞ്ഞു. അതുകൊണ്ട് ഈ ലെവലൊന്നുമില്ല. ആ ലെവല് തന്നെയാണ് 32 വയസ്സില് പത്മപാദർക്ക് ഉപദേശിച്ചത്. എപ്പോ ഗുരുഗോവിന്ദരെടുത്ത് പോയി നിന്നിട്ട് നീ ആരാണ് കുട്ടിയും ചോദിച്ചപ്പോ ന ഭൂമി ന തോയം ന തേജോ ന വായു ന കമ്നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വാദ് സുഷുപ്ത്യേക സിദ്ധ തദേകോവശിഷ്ട ശിവ കേവലോഹം. ദശശ്ലോകി എന്ന് പറഞ്ഞ് നിർവാണ ദശകം 8 വയസ്സിലെ കുട്ടി പറഞ്ഞതിനെയാണ് ശിഷ്യന് 32 വയസ്സിൽ ഉപദേശിച്ചത്. എന്ന് വെച്ചാൽ ആ വയസ്സിൽ തന്നെ പൂർണ്ണമായി. അതിനി ഇങ്ങനെ വരാവൂന്നൊന്നുമില്ല. അഥവാ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്, ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ നമുക്ക് യതിയായി മാറാം. പക്ഷെ ബ്രഹ്മചര്യായിരിക്കുമ്പോഴും യതിയായിരിക്കുമ്പോഴും വാനപ്രസ്ഥിയായിട്ടിരിക്കുമ്പോഴും ഗൃഹസ്ഥനായിട്ടിരിക്കുമ്പോഴും ഞാനുണ്ട്. അതിനൊന്നും പ്രതിബന്ധമേ ഇല്ല. അതൊന്നിനോടും കലർന്നിരിക്കണേ ഇല്ല. നമ്മൾ കൊണ്ട് കലർത്തണതാണ്. നമ്മുടെ ആരോപണമാണ് തെറ്റെന്നല്ലാതെ ആത്മാവ് നിത്യസിദ്ധാണ്. ആത്മാവ് നിത്യസിദ്ധമായിട്ടിരിക്കണം. അതുകൊണ്ട് വിട്ടിറങ്ങിയാലേ ഉള്ളൂ എന്നൊന്നുമില്ല. എല്ലാം വിട്ടിറങ്ങിയാലേ എനിക്ക് ഭഗവത് ധ്യാനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദേവി മാഹാത്മ്യത്തിൽ 2 പേര് അങ്ങനെ പോയി. ഒരാളെ ചവിട്ടി ഇറക്കി, ഒരാൾ സ്വയമേവ വിട്ടുപോയി. ഒരു രാജാവ് ഒരു വൈശ്യനെ വീട്ടുകാർ ചവിട്ടി ഇറക്കി. ഓ യൂസ്ലെസ് ഫെലോ, ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഒരാൾ സ്വമേധയാ വൈരാഗ്യം മൂത്തതുപോലെ കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇമോഷൻസ് ആണ് ഇതൊക്കെ. ചില ഇമോഷൻസ് നമ്മൾ ചില ആശ്രമത്തിലൊക്കെ പോയാൽ സന്യാസിയായ വേണ്ടില്ല എന്ന് തോന്നും ചിലർക്ക്. 10 നാള് നിൽക്കും, അത് കഴിഞ്ഞാൽ പോവും. 10 നാള് കഴിയുമ്പോൾ ഇവിടെ ഭക്ഷണത്തിന് ഉപ്പ് പോരാ, കോഫി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞോടും. അപ്പോ ഇമോഷൻസ് അല്ലാതെ ഇമോഷണലി ഇറങ്ങിപ്പോയ ആളാണ് ആ രാജാവ്. പോയിട്ട് മനസമാധാനമേ ഇല്ല. കാട്ടിൽ പോയിരുന്നിട്ട് മനസമാധാനം ഇല്ല. എൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും, എൻ്റെ കുട്ടി എന്ത് ചെയ്യും, സ്കൂളിൽ ആരെങ്കിലും ആക്കിയോ, ഫീസ് ആരെനിക്ക് അടയ്ക്കും. മറ്റേ ആളാണെങ്കിൽ എന്തോ ഒരു താപത്തിൽ നമ്മളെ ഇറക്കി വിട്ടതാണ്, വീട്ടിൽ പോയാൽ അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. 2 പേർക്കും അവിടെ വൈരാഗ്യം വന്നിട്ടില്ല. ഒരാൾ ഈ ദുഃഖത്തിൽ നിന്ന് മനസ്സിലാക്കണം, ഇതൊന്നും ശാശ്വതമല്ല. മറ്റേ ആള് മനസ്സിലാക്കിയതുപോലെ അഭിനയിച്ചു പോയി, പക്ഷെ മനസ്സിലായില്ല. അപ്പൊ വീട് വിട്ട് ഇറങ്ങിക്കൊണ്ടോ കാര്യമൊന്നുമില്ല. മുരുകനാർ സ്വാമി, രമണ മഹർഷിയുടെ അടുത്ത് തന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മുരുകനാർ സ്വാമി, വലിയ കവി, തമിഴ് ഗ്രന്ഥത്തിലൊക്കെ വളരെയധികം സംഭാവന ചെയ്ത ആള്, ഒരു അധ്യാപകൻ. മഹർഷിയെ കണ്ടു, പിന്നെ മഹർഷിയെ വിട്ട് പോയിട്ടേ ഇല്ല. കുറേ പോവാൻ നോക്കി, ഒരുപാട് ഓടാൻ നോക്കി, പറ്റിയില്ല. ട്രെയിനിൽ കയറി തിരിച്ചു പോകാൻ നോക്കും, ട്രെയിൻ എടുക്കുമ്പോൾ എടുത്ത് ചാടി തിരിച്ചു മഹർഷിയുടെ അടുത്ത് വരും. മഹർഷി തന്നെ ഏർപ്പാട് ചെയ്ത വണ്ടിയിലൊക്കെ കൊണ്ട് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടും പോവില്ല. ഏതെങ്കിലും വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ്, ബൈക്കല്ല കാളവണ്ടി എന്തോ ആണ്, ഇതൊക്കെ ഏർപ്പാടാക്കി വിടും, എന്നാലും പോയില്ല. പിന്നെന്ത് ചെയ്തു, അവിടെ തന്നെ ആയി. അപ്പോ
ഒരു ദിവസം ഇദ്ദേഹം മഹർഷിയെ തനിച്ച് കിട്ടുന്ന സമയം നോക്കിയപ്പോൾ രാവിലെ 2:30-3 മണിയൊക്കെ ആവുമ്പം ഈ മലക്കറിയൊക്കെ അരിയാൻ വേണ്ടി മഹർഷി പോയിരിക്കും. അപ്പൊ തനിച്ച് അവിടെ കിട്ടുമെന്ന് അറിഞ്ഞത് ഇദ്ദേഹം ഒരു 2:30 ആയപ്പോൾ നേരെ മഹർഷിയുടെ അടുത്ത് പോയി. മഹർഷിയെ കണ്ട ഇദ്ദേഹം വായും പൊളിച്ചേയിരിക്കും, ഇങ്ങനെ വായും പൊളിച്ചേയിരിക്കും. അപ്പൊ മഹർഷി കട്ട് ചെയ്യണത് കണ്ടിട്ട് ഇദ്ദേഹം എടുത്ത് കട്ട് ചെയ്യുകയാണ്. അപ്പൊ മഹർഷി പല കഥകളും ഒക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. മഹർഷിയുടെ കട്ടിങ് ഒക്കെ നല്ല കണ്ണിങ് ആണ്. കറക്റ്റ് സെന്റിമീറ്റർ അളവിലേ എല്ലാം വെണ്ടയ്ക്ക എല്ലാം വെട്ടുകയുള്ളൂ. ഇത് കറക്റ്റായിരിക്കും. നല്ല നല്ല ഏതൊരു കാര്യത്തിലും ഒരു ഉപാസനയുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ പറഞ്ഞ് മുരുകനാറ് വെട്ടണയിലോട്ടൊന്ന് നോക്കിയപ്പോൾ ചന്ന പിന്ന മലക്കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അരിഞ്ഞ് എവിടെയൊക്കെ വെതറി കിടക്കുന്നു. അപ്പോൾ മഹർഷി ചോദിച്ചു, എന്നെ പോയി നീര് കരിഹായി നുറയ്ക്കുന്നത് കുടുത്തനം നടത്തണ മാതിരി ഇരിക്കുന്നു. നീ ഈ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞില്ലേ, ഈ മലക്കറിയൊക്കെ അരിഞ്ഞില്ലേ, നീ കുടുംബം നടത്തിയ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ ഈ കുടുംബം വിട്ടിട്ട് ഓടി, ഇരിക്കാൻ പറ്റണില്ല, കളിയാക്കി പറഞ്ഞു മഹർഷി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങക്ക് നല്ലപോലെ കറിയൊക്കെ നുറുക്കാൻ അറിയാലോ, എന്നാ പിന്നെ എന്തിനീ കോണ കൊടുത്തോണ്ട് ഇവിടെ വന്നിരിക്കണം, നല്ല കുടുംബം നടത്തി ജീവിച്ചുവിടെന്ന് ചോദിച്ചു അദ്ദേഹം ഒരു ശ്ലോകത്തില്. നക്കനായി നയന്ത രമണരെ പുക്കു പിച്ചൈ പിലമ്പിത്തിരിവായി ചിക്കിനൊരു കുടിവാഴ്ക്കൈ ചുലത്തുമേ. ഈ നഗ്നനായിട്ട് ഈ തിരുവണ്ണാമലയിൽ വന്ന് കറങ്ങണോ, നല്ലൊരു കുടിവാഴ്ക്കൈ, ഒരു കുടുംബം നടത്തി ജീവിച്ചുവിടെന്ന് ചോദിച്ചു. അതുകൊണ്ട് കുടുംബം പ്രതിബന്ധമേ അല്ല. കുടുംബം നമുക്ക് നമ്മുടെ ഉള്ളിലെ ഇൻപത്തെ കാണിച്ചു തരണം. അതുകൊണ്ടാണ് മലയാളത്തിൽ കൂടുമ്പോൾ ഇൻപം. ഇപ്പൊ നമ്മൾ കൂടുമ്പോൾ ഇൻപം ഇല്ല, എന്താ? എക്സ്പെക്ടേഷൻ അല്ലേ? ഇല്ലാത്ത പലതിനെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഇൻപം ഇല്ല, ദേഷ്യം വരണം. ഇപ്പൊ എൻ്റെ മകൻ ക്ലാസ്സിൽ പോയിട്ട് പൂജ്യം കൊണ്ടുവന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, അപ്പൊ ഇൻപം വരും അല്ലേ? മറ്റു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക, പതുക്കെ ഇൻപം വരുത്തി കൊടുക്കുക. ഇന്ന് പൂജ്യം വാങ്ങിച്ചാൽ ആരാധിക്കണം എന്നല്ല അർത്ഥം. പതുക്കെ പതുക്കെ അവനെ സ്നേഹത്തിലൂടെ ഗൈഡ് ചെയ്ത് അവൻ ഉയരത്തിലേക്ക് എത്തും. അപ്പൊ ഇൻപം നമ്മുടെ സ്വരൂപമാണ്. തസ്യ പ്രിയമേ വശിരഹ. വേദം പറയണു പ്രിയം നമ്മുടെ സ്വരൂപമാണ്. മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ഉത്തര പക്ഷ ആനന്ദ ആത്മാ. ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. അത് ഗൃഹസ്ഥനായിക്കോട്ടെ, ബ്രഹ്മചര്യനായിക്കോട്ടെ, വാനപ്രസ്ഥനായിക്കോട്ടെ ഉണ്ട്. ഈ വാനപ്രസ്ഥൻ, ഗൃഹസ്ഥൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു അഭിമാനമാണ്. ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ വാനപ്രസ്ഥൻ എന്ന് പറഞ്ഞു. ഒരാള് മഹർഷിയുടെ അടുത്ത് പോയി തന്നെ ചോദിച്ചു, മഹർഷി, ഭഗവാനെ, ഞാൻ സന്യാസി ആയാലോ എന്ന് തോന്നാണ് ഭഗവാനെ, ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കാൻ പോവാണെന്ന്. അപ്പൊ മഹർഷി ചോദിച്ചു, എന്തിനാ ഇപ്പൊ അത്? നീ ഇപ്പൊ ഗൃഹസ്ഥൻ എന്ന് വിചാരിച്ചിരിക്കണു, ഇനി നീ കാവി അണിഞ്ഞാൽ സന്യാസി എന്ന് വിചാരിച്ചിരിക്കും. രണ്ടിടത്തും ശരീരാഭിമാനം വിട്ടുപോയിട്ടില്ല. അതിനേക്കാളും താൻ എങ്ങനെ ഇരിക്കണോ, തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് അതിലിരിക്കലാണ് സന്യാസം എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ തിരിച്ചു ചോദിച്ചു, എന്നാ പിന്നെ അങ്ങെന്തിനാ വീട് വിട്ട് ഓടി വന്നേന്ന് ചോദിച്ചു. എല്ലാവരുടെയും ചോദ്യമാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഉണ്ണമാരി കേട്ടിട്ടിരിക്കില്ല, ഞാൻ നിന്നെ പോലെ എല്ലാവരുടെ പോയി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നില്ല. ഏതോ ഒരു താപം വന്നു, എന്നെ കൊണ്ടുവന്നു അങ്ങോട്ട്. അതുകൊണ്ട് സന്യാസം നിർമ്മലമായ ജ്ഞാനമാണ്. സന്യാസം ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരിക്കലാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരുന്ന് കർമ്മം ചെയ്താൽ, ഈശ്വര അർപ്പിതമായിട്ട് കർമ്മം ചെയ്താൽ അവൻ മുക്തനാണ്. അവനൊന്നിനും പ്രതിബന്ധമേ ഇല്ല. കുഞ്ചുസ്വാമി എന്ന് പറഞ്ഞ പാലക്കാട്ടുകാരൻ, അദ്ദേഹം മഹർഷിയുടെ കൂടെ ഒരുപാട് കാലം ഉണ്ടായി. ഒരു നാளைക്ക് മഹർഷിയുടെ അടുത്ത് പോയി ചോദിച്ചു, ഭഗവാനെ, ഞാൻ പോയി തമിഴ് വേദാന്തം ഒക്കെ പഠിച്ചിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഓ, ഇന്ന് വേദാന്തം പഠിക്കണം തോന്നും,
നാളെ സിദ്ധാന്തം പഠിക്കണം തോന്നും, പിന്നെ അതിലുപരിയുള്ള എന്തൊക്കെയോ പഠിക്കണം തോന്നും, തർക്കം ന്യായമൊക്കെ പഠിക്കണം തോന്നും. ഇതൊന്നും പഠിക്കാൻ ഏകാന്തവാസമോ സന്യാസമോ ആവശ്യമില്ല. ഒരു പഠിപ്പ് പഠിച്ചാൽ മറ്റതെല്ലാം പഠിച്ചതുപോലെ ആയി. താൻ ആരെന്ന് അറിഞ്ഞാൽ മറ്റതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഭഗവാനെ ആരെങ്കിലും ചോദിച്ചാ എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ ചോദിച്ചു, ഭഗവാൻ പറഞ്ഞു, ഓ സന്യാസം ഉനക്കാ ഇല്ല പരത്തിയാർക്കാന്ന് ചോദിച്ചു. സന്യാസം നിനക്കാണോ അതോ നാട്ടുകാർക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു. സന്യാസം നിർമ്മലമായ ജ്ഞാനമാണ്. അതുകൊണ്ട് അതൊരു അഭിമാനവൃത്തിയാണ്. അഭിമാനവൃത്തിയിൽ നിന്നും ഉള്ളിലേക്ക് താൻ ആര്, തൻ്റെ സ്വരൂപത്തെ അറിയലാണ് വാസ്തവത്തിലെ സന്യാസം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യ സന്യാസിയാണ്, ഗൃഹസ്ഥൻ സന്യാസിയാണ്, വാനപ്രസ്ഥൻ സന്യാസിയാണ്. ഇതൊക്കെ ഒരു ട്രെയിനിങ് ആണ്, ഭഗവതാരാധനയ്ക്കുള്ള ട്രെയിനിങ്. ഇപ്പൊ വടുർവാഗേഹീവാ യതിരബി ജഡീവാ തദിതരോ നരോ വാ യക്കശ്ചിത് ഭവതു കിം തേന ഭവതി. തദിതരോ, ഈ നാലിലും പെടാത്തവരുണ്ട്. ഇത് ബ്രഹ്മചര്യമില്ലാത്തവരുണ്ട്, ഗൃഹസ്ഥനല്ലാത്തവരുണ്ട്, വാനപ്രസ്ഥി അല്ലാത്തവരുണ്ട്, സന്യാസി അല്ലാത്തവരുണ്ട്. ഈ 4 ആശ്രമത്തിലും പെടാത്തവരുണ്ട്. തദിതരോ, അതൊന്നും അല്ലാത്തവരും ആയിക്കോട്ടെ. നരോവാം, ഇനി നരൻ അല്ലെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. മനുഷ്യനും അല്ലാതെ ആയിക്കോട്ടെ, മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല. യക്കശ്ചിത് ഭവതു കിം തേന ഭവതി. ഇതെല്ലാം ആയാലോ എന്താ നമുക്ക് കെടുതി? ബ്രഹ്മചര്യായ എന്താ കെടുതി? ഗൃഹസ്ഥനായ എന്താ കെടുതി? അഭിമാനം വയ്ക്കാതിരുന്ന ഒന്നും നമുക്ക് കെടുതിയല്ല. എന്തെങ്കിലും നമുക്ക് കേട് തരുമോ? ഏതെങ്കിലും ബാങ്ക് നമുക്ക് കേട് തരാൻ വേണ്ടിയിട്ടാണോ SBI സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കണത്? എപ്പോ കെടുതിയാവണോ അവിടെ പോയി ചിരിച്ചോണ്ട് കയറി ഒരു ഫോം ഒക്കെ എഴുതി കൊടുത്ത് ലോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ കെടുതിയായി. ഒരു ബാങ്കും കെടുതിയൊന്നും അല്ല. നമ്മൾ എപ്പോ പോയി അതിൽ അറ്റാച്ച്ഡ് ആവണോ ബാങ്കെല്ലാം നമുക്ക് കെടുതി ആയിക്കോളും. അപ്പൊ ബ്രഹ്മചര്യത്തിൽ അറ്റാച്ച്ഡ് ആയ കെടുതിയാണ്, ഗൃഹസ്ഥനിൽ അറ്റാച്ച്ഡ് ആയ കെടുതിയാണ്, വാനപ്രസ്ഥത്തിൽ അറ്റാച്ച്ഡ് ആയാലും കെടുതിയാണ്, സന്യാസാശ്രമത്തിന്റെ വക്താവായാലും കെടുതിയാണ്. സന്യാസിമാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞ കെടുതിയാണത്. അദ്ദേഹത്തിന് അതല്ല വേണ്ടത്. അദ്ദേഹം നിർമ്മലമായിട്ട് ഇരിക്കലാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് സന്യാസിമാരെ ഞാൻ കൂട്ടാം എന്ന് വിചാരിച്ച മായയിൽ പെട്ടുപോയി എന്നർത്ഥം. ആരെയും കൂട്ടലല്ല നമ്മളെ പരിപാടി. ഞാനുണ്ടോ ആ അനുഭവത്തെ അറിയലാണ് നമുക്ക് വേണ്ടത്. ആ അറിവാണ് വാസ്തവത്തിലെ ജ്ഞാനം. അതിന് ഒരു പഠിപ്പിന്റെ ആവശ്യമില്ല. അതിന് ഉദാഹരണമാണ് ഹസ്താമലകീയം. ഹസ്താമലകൻ എന്ന് പറഞ്ഞൊരു കുട്ടി, ചെറിയ കുട്ടി, ബുദ്ധി വളർച്ചയില്ലാത്തതുപോലെയൊക്കെ ഇരുന്നു. അപ്പൊ അച്ഛൻ ധാരാളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആയുർവേദത്തിൽ കൊണ്ടുപോയി, ജ്യോതിഷികളൊക്കെ കാണാൻ കൊണ്ടുപോയി. ഒന്നിനും ഒരു പരിഹാരമില്ല. അങ്ങനെ ഇദ്ദേഹം വിളിച്ചുകൊണ്ട് ശങ്കരാചാര്യരുടെ അടുത്ത് പോയി. അപ്പൊ ശങ്കരാചാര്യർ ചോദിച്ചു, കസ്ത്വം ശിശുവും ചോദിച്ചു. ആ കുട്ടിയുടെ ഏതോ ദൂരേക്കിരുന്ന ദൃഷ്ടി ആചാര്യസ്വാമികളിലേക്ക് പതിച്ച് ആ കുട്ടി പറയാണ്, നാഹം മനുഷ്യോ ന ച ദേവയക്ഷ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹി വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. അതുവരയ്ക്കും വാതുറക്കാത്ത കുട്ടി ആചാര്യസ്വാമികളെ കണ്ടിട്ട് പറയണേ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ഞാൻ ശൂദ്രനല്ല, ഞാൻ ബ്രഹ്മചാരിയല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ വാനപ്രസ്ഥനല്ല, ഞാൻ സന്യാസിയല്ല, ഞാൻ നിജബോധരൂപം, ഞാൻ നിത്യനിരന്തരമായിട്ടുള്ള അറിവേ സ്വരൂപം. ഇതറിയാൻ നമുക്ക് ഒരു പഠിപ്പും വേണ്ട. ഒരു പഠിപ്പും ഇല്ലാത്തവർ പറയണു എനിക്കൊന്നും അറിയില്ല എന്ന് പറയണു. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ അവനാര്? ഒന്നുമേ അറിയില്ല എന്ന് പറഞ്ഞത് ഒരു അറിവല്ലേ?
എനിക്കൊന്നുമേ അറിയില്ല എന്ന് പറയണത് ഒരു അറിവാണ്. ആ അറിവ് എൻ്റെ സ്വരൂപമാണ്. അറിവേ സ്വരൂപം. അപ്പൊ ഏതൊരു ശരീരം കിട്ടിയാൽ എന്താണ് നമുക്ക് കെടുതി? ഏതൊരുവനാണോ ഭഗവത് പാദത്തിൽ തൻ്റെ മനസ്സാകുന്ന പുഷ്പത്തിനെ അർപ്പിച്ചിരിക്കണോ, അവന്റെ പ്രാരാബ്ദം, അവന്റെ ഭാരത്തെ ഭഗവാൻ വഹിക്കണു. യദീയം ഹൃത്പത്മം യദി ഭവദീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. വരുണൻ ഭഗവാനോട് പോയി കംപ്ലൈന്റ് ചെയ്തു, ഭഗവാനെ, ആ ഹിരണ്യകശിപു വാട്ടർ ടാപ്പിലൂടെ എന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാണ്, ബാത്റൂമിൽ വരെ പൈപ്പ് ഫിറ്റ് ചെയ്ത് എന്നെ എടുത്തിരിക്കുകയാണ്. വായു പറഞ്ഞു, ഏതോ സ്വിച്ച് ഇട്ട് ഇതാ ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കണു, ഹിരണ്യകശിപുവിന്റെ റൂമിൽ എന്നെ ഇതാ കാറ്റ് വായുവിനെ ഉപയോഗിക്കണു. അഗ്നി പറയണു, എന്നതാ അവൻ അടുക്കളയിലിട്ട് പാചകം ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ സഹിച്ചോളുക. പക്ഷേ പ്രഹ്ലാദന്റെ നേരെ കയ്യോങ്ങിയാൽ ഞാൻ കാച്ചും. പ്രഹ്ലാദന്റെ നേരെ കയ്യോങ്ങിയാൽ ഞാൻ കാച്ചിക്കളയും എന്ന് വെച്ചാൽ ഭക്തന്റെ ഭാരത്തെ ഭഗവാൻ വഹിച്ചിരിക്കും. ഹിരണ്യകശിപു ചോദിക്കാണ്, എടാ നിനക്ക് എവിടെന്നാ ഇത്ര ശക്തി എന്ന് ചോദിച്ചു. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ കയ്യിലാണ് ശക്തി. അതെത്ര നാൾ ലാസ്റ്റ് ചെയ്യും? കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ ശക്തിയുടെ കയ്യിലാണ്, ഞാൻ ശക്തിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാ ശക്തിയുടെ കയ്യിലായത്? തീയം ഹൃത്പത്മേ, ഹൃദയപത്മം, ഹൃദയപുഷ്പത്തെ യതി ഭവദീനം പശുപതേ, ഭഗവാൻ അധീനമായിട്ടിരിക്കല്, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കല്, സത്സംഗം കേൾക്കല്, ഭഗവത് നാമം ജപിക്കല്. അങ്ങനെ ഇരുന്നാൽ ഭഗവാൻ ലൈറ്റാക്കും, അല്ലെ? മൃദുവായി അമർന്നിടയണം. നമ്മളെ പുഷ്പം പോലെ ആക്കണു ഭഗവാൻ, മൃദുവാക്കി മാറ്റണം. മറ്റത് ഹെഡ് വെയിറ്റ് ആണ്, തല ഇങ്ങനെ കനം, അല്ലെ? ആരെ കണ്ടാലും ചിരിക്കാൻ വയ്യ, ഏതോ ഒരു ഭാവത്തില് ഭണ്ഡാരം പോലെ നടക്കണു. അതല്ല വേണ്ടത്, നമ്മൾ മൃദുവാവണം. മൃദുവാവൽ എന്ന അർത്ഥം എല്ലായിടത്തും പോയി ചപ്പളാച്ചി അടിക്കലല്ല. ചിലർ വിചാരിക്കും എല്ലായിടത്തും പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണതാണ് മൃദു എന്ന് വിചാരിക്കും. മൃദുവാകുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാം, എല്ലാ വിദ്യയും അക്സെപ്റ്റ് ചെയ്യാം, എല്ലാ ഭാവങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാം, അല്ലേ? ഒരു ദൈവം മാത്രമേ നമ്മുടെ ദൈവം എന്ന് പറയരുത്. ചിലർ കൃഷ്ണൻ മാത്രമാണ് നമ്മുടെ ദൈവം, അത് മാത്രമേ ഉള്ളൂ ചില സംഘടനകൾ. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യല്ലേ? എല്ലാവരും വേണം, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യണം. നാരായണനെ മാത്രം ഭജിച്ച ഭദ്രകാളി വന്നാൽ നമ്മൾ പേടിച്ചു. എപ്പോഴാണോ ഒരു ടെറിബിലിറ്റി, അല്ലെ? പാമ്പിനെയൊക്കെ നമുക്ക് പേടിയാണ്. എപ്പോ നമ്മൾ നാഗരെ വെച്ച് ആരാധിച്ചു തുടങ്ങിയോ പേടിയില്ല. നോക്കൂ, ആ മണ്ണാറശാലയിലൊക്കെ പോയാൽ പാമ്പിന് ആഹാരം കൊടുക്കണോ ഒക്കെ ചെയ്യണു. പേടി പോയി. എന്തുകൊണ്ടാ? ആരാധനയിലൂടെ പേടി പോയി. പ്രകൃതിയെ എപ്പം നമ്മൾ ആരാധിക്കണോ പ്രകൃതി നമുക്ക് കെടുതലേ തരില്ല. ഒരു പാമ്പ് കെടുതലേ തരില്ല. വൈകുണ്ഠവാസർ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ, രമണ മഹർഷിയുടെ, അദ്ദേഹത്തിന് പാമ്പ് വലിയ പേടി. അപ്പൊ ഇദ്ദേഹം ഒരു ദിവസം മഹർഷിയുടെ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിന്റെ കീഴിലേ ഇദ്ദേഹം കിടക്കുകയുള്ളൂ, മഹർഷിയുടെ കൂടെ തന്നെ. മഹർഷിക്ക് ഉറക്കമൊന്നുമില്ല, ഡോറൊന്നും അടയ്ക്കാനേ സമ്മതിക്കില്ല. രാത്രി 12 മണിയായാലും ആരെങ്കിലും ഭക്തന്മാർ വരും എന്ന് പറഞ്ഞിട്ട് ഡോർ എപ്പോഴും ഓപ്പൺഡാണ്, ഫുള്ളി അവൈലബിൾ ആണ്. അപ്പൊ ഈ വൈകുണ്ഠവാസൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. മഹർഷി നോക്കിയപ്പോ തൊട്ടടുത്ത് ഒരു പാമ്പ് വന്നിരുന്നു. അപ്പോ മഹർഷി വൈകുണ്ഠവാസരെ വിളിച്ചു, ഓയ് വൈകുണ്ഠവാസരെ, ഉമ്മൈ തേടി
ഉന്നോട് സുഹൃത്ത് വന്നിരിക്കുന്നു, നിന്നെ തേടി നിന്റെ കൂട്ടുകാരൻ വന്നു, കണ്ടതും ചാടി മഹർഷിയുടെ കട്ടിലേക്ക് പോയി ചാടിയത്ര. ഇപ്പൊ എന്താ ഭയം അല്ലേ? ആരാധിച്ചാൽ ഭയം പോയി. ഇന്നിപ്പോ നമ്മള് അതിനകത്തിരിക്കുമ്പോൾ, ആ മുറിക്കകത്തിരിക്കുമ്പോൾ ഒരു പാമ്പ് വന്ന് ഇങ്ങനെ എത്തി നോക്കി. ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇപ്പൊ ഇവിടെ എത്തി നോക്കണത്? ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇതിനേക്കാളും വലിയ വിഷം എന്ന് കണ്ടപ്പോ അത് ഓടി. ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഓട്ടം. അപ്പോ നമ്മള് ഒന്നും നമുക്ക് കെടുതി തരണേയില്ല. നമ്മൾ ആരാധിച്ചാൽ ആ കെടുതിയൊക്കെ പോകും. അപ്പൊ ഭഗവാനെ ആരാധിക്കുക. അഗ്നിയെ ഭഗവാനായിട്ട് കാണുക, വായുവിനെ ഭഗവാനായിട്ട് കാണുക, ജലത്തിനെ ഭഗവാനായിട്ട് കാണുക. കണ്ടാൽ അതൊന്നും നമുക്ക് കെടുതി തരയില്ല. അതിനുദാഹരണം പ്രഹ്ലാദൻ. അതുകൊണ്ട് പ്രഹ്ലാദൻ നമുക്ക് ഉപദേശിക്കണു, കൗമാരേ ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. കൗമാരത്തിലെ നമ്മൾ ഈ ആരാധനയും ധർമ്മവും ഒക്കെ ശീലിച്ചോളുക. അങ്ങനെ ശീലിച്ചാൽ നമുക്ക് ദുഃഖനിവർത്തി ഉണ്ടാവും. അങ്ങനെ ശീലിച്ചാൽ ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്ക് വരും. ഇതേ മന്ത്രം ഭഗവാൻ ഉപദേശിക്കണു, അനന്യാൻ ചിന്തയന്തോ മാ തേ ജനാഹ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്തായാം യോഗക്ഷേമം വഹാമ്യം. നീ യോഗക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നെ ഭജിക്കണ്ട. നീ എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കൂ. മയ്യാസക്തമനഃ പാർത്ഥ. എന്നെ മാത്രം നീ ചിന്തിച്ചുകൊണ്ടേയിരിക്കുള്ളൂ, എന്നിൽ നീ ആസക്തി വെച്ചോളൂ. യോഗക്ഷേമം വഹാമ്യം. നിനക്ക് ഞാൻ യോഗക്ഷേമം തരാം. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കണോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമാണ്. കല്യാണം കഴിച്ചാൽ സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ? കുട്ടി ജനിച്ചാൽ സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ? അമ്പലത്തില് നിത്യനിരന്തരം ഇരുന്ന സുഖമായിട്ട് കിട്ടും വിചാരിക്കണോ? വേഷവിധാനങ്ങൾ മാറ്റിയാൽ സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ? സുഖമായിട്ടിരിക്കുകയല്ലേ വേണ്ടത് ഇതെല്ലാം ചെയ്തിട്ട്. പക്ഷെ എന്തിനാ നമ്മൾ ദുഃഖിക്കണു? കല്യാണം കഴിച്ച് സുഖമായിട്ടിരിക്കുകയല്ലേ വേണ്ടത്, പിന്നെ എന്തിനാ നമ്മൾ ദുഃഖിക്കണു? കുട്ടിയുണ്ടായ സുഖമായിട്ടിരിക്കുകയല്ലേ വേണ്ടത്, പിന്നെ നമ്മൾ എന്തിനാ ദുഃഖിക്കണത്? അപ്പോ സുഖത്തിന് അതൊന്നും കാരണമേ അല്ല. സുഖം എൻ്റെ സ്വരൂപമാണ്. ഭഗവതർപ്പണമായിട്ട് ഭഗവാനെ, ഹയർ പ്ലെയിനെ ആശ്രയിച്ചുകൊണ്ട്, ഗുരുവിന്റെ ചരണത്തിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ഗുരു ചരണാംബുജ നിർഭര ഭക്തി, അതുമാത്രമുണ്ടായാൽ യോഗക്ഷേമം വഹാമ്യഹം. നമുക്ക് യോഗക്ഷേമം ഉണ്ടാവും. അതിനുദാഹരണമാണ് പല സന്യാസികളും വീട് വിട്ട് നാട് വിട്ട് ഒക്കെ ഇറങ്ങി വരും. അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ, ആശ്രമങ്ങൾ, കൊണ്ടുപോകാൻ വാഹനങ്ങളൊക്കെ ഉണ്ടാവും. ഭക്ഷണം, എവിടെ പോയാലും ഭക്ഷണം ഉണ്ടാവും. വിഭവങ്ങളായിട്ടുള്ള ഭക്ഷണം, വിവിധ തരത്തിലുള്ള ഭക്ഷണം കൊടുക്കും. നമ്മളോ വീട് വയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഒരു കല്ലുകൂടെ എടുത്തു വയ്ക്കാൻ പറ്റണില്ല. എന്താണ്? ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം. ആ ഭാവത്തെ ഇല്ലാതാക്കണം. ആ ഭാവം നമുക്ക് വരാത്തത് കുറച്ച് വിഷം നമ്മുടെ ഉള്ളിൽ കലർന്നു പോയി. എന്താ വിഷം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളാണ് അല്ലേ? കാറ്റ് കിട്ടണമെങ്കിൽ ഫാന് വേണം. ഇതിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. AC ഉണ്ടെങ്കിലേ ഉറങ്ങുള്ളൂ, അറ്റാച്ച്ഡ് ആയിപ്പോയി നമ്മൾ. വിഷയങ്ങളൊക്കെ വിഷമാണ്. അതുകൊണ്ട് അഷ്ടാവക്രൻ ജനകന് ഉപദേശിക്കുന്ന ഒരു ഉപദേശം, വിഷയം വിഷവത്യജ. ഈ വിഷയങ്ങളെയൊക്കെ നീ വിഷം പോലെ ത്യജിച്ചോളുക. വിഷയം വിഷമാണ്. നവിഷം വിഷയാതീവ്രം എന്ന് നമ്മുടെ ഗുരുനാഥന്റെ ഒരു കൃതി. നവിഷം വിഷയാതീവ്രം. ഒരു വിഷവും വിഷയത്തിനെ പോലെ തീവ്രമല്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് പോയിസണാണ്. മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ട്, പട്രിമാൽ വിടന്തലൈ ഇടുമുനമരുൾ പട്രിട അരുൾ പൊരി അരുണാചല. ഒരാളെ പാമ്പ് കടിച്ചു, അത്ര വിഷം, കാലില് വിഷം കടിച്ചു. ഈ വിഷം മേലേക്ക് തലയ്ക്ക് പിടിച്ചാ പോയി. അതിനു മുമ്പ് ചിലർ ഈ കാലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുമല്ലോ,
അതുപോലെ വിഷം താഴന്ന് വിഷം കയറി എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതിന് മുമ്പ്, ഈ വിഷയമാകുന്ന വിഷം എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതിന് മുമ്പേ ഭഗവാനെ അനുഗ്രഹത്തോടുകൂടി എന്നെ രക്ഷിക്കൂ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന. കാലിൽ കടിച്ചാൽ തലയിൽ കയറാൻ പാടില്ല. ഒരു വൈദ്യന്റെ അടുത്ത് ഒരാൾ കടിച്ച മാത്രയിലെ കൊണ്ടുപോയി, വിഷം കയറണതിന് മുമ്പേ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ഇത് വിഷം കയറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ എന്ന് ചോദിച്ചു. അത് തലയിലാ കടിച്ചത്. കാലില് കടിച്ചാലല്ലേ വിഷം കയറേണ്ടി വരും, കടിച്ചത് തലയിലാണ്, എങ്ങനെ കയറും? ഇതിന് കയറില്ല എന്ന്. ആള് ക്ലോസ് ആയി. അതുപോലെ ഇത് തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ വിഷമൊക്കെ, വിഷയമാകുന്ന വിഷം. ആ വിഷത്തിനെ വിഷവത്യജ, ത്യജിക്കുക. ത്യജിച്ചാൽ സ്വരൂപം അവിടെയുണ്ട്. ശംഭോഹോ ഭവസി ഭവഭാരം ചവഹസി. ജ്ഞാനിയുടെ ഭാരം എന്താ? പ്രാരാബ്ദമൊക്കെ കുറഞ്ഞ് ലൈറ്റാവും. എല്ലാവർക്കും പ്രാരാബ്ദമുണ്ട്. പ്രാരാബ്ദം തീരുമ്പോൾ നമ്മൾ പിന്നെ ഒരു നിമിഷം കൂടെ ഇവിടെ ഇരിക്കില്ല. പ്രാരാബ്ദം തീർന്നില്ലെങ്കിൽ എത്രയൊക്കെ സൂയിസൈഡ് ചെയ്തു നോക്കൂ, പോവേയില്ല. അപ്പൊ പ്രാരാബ്ദം തീരണം. ആ പ്രാരാബ്ദം തീരണം വരയ്ക്കും ദുഃഖമാണ്. ആ ദുഃഖത്തെ ഭഗവാൻ പിടിച്ചുകൊള്ളും, താങ്ങും. ഭഗവാൻ താങ്ങും നമ്മളെ. ഒരു പ്രഹ്ലാദന എങ്ങനെ ഭഗവാൻ താങ്ങായോ, അതുപോലെ പ്രഹ്ലാദനെ പോലെ നമ്മൾ പ്രകർഷേണ ആഹ്ലാദയതീതി പ്രഹ്ലാദ. ആഹ്ലാദിച്ചിരിക്കുക. എങ്ങനെ? ഭഗവത് ധ്യാനത്തിൽ ആഹ്ലാദം വരണം. ഭഗവത അനുഗ്രഹത്താൽ നമ്മൾ നിത്യവും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും. ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. എതിർച്ചയാ എന്തു വരണോ അതിനെ സ്വീകരിക്കുക. അങ്ങനെ ഇരുന്നാൽ നമുക്ക് ദുഃഖമുണ്ടാവില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾ നമുക്ക് പറയാണ്, വേഷം കെട്ടി പോവൊന്നും വേണ്ട, വീട് വിട്ട് ഇറങ്ങൊന്നും വേണ്ട. നമ്മൾ ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരുന്നാൽ അത് തന്നെയാണ് സന്യാസം. എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടുള്ള പ്രതിഷ്ഠ. ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പ്രതിഷ്ഠയാവുക, ഇതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. ആ ഒരു വസ്തു ഹയർ പ്ലെയിനാണ്, ഭഗവാനാണ്. ആ ഭഗവാൻ തൻ്റെ സ്വരൂപമാണ്, ആത്മാവാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ് അധ്യാത്മം. ആ അധ്യാത്മമാണ് നമ്മൾ നിത്യേന നിയമേന മുടങ്ങാതെ ചെയ്യണത്. ചിലർ മുടങ്ങാതെ വരും. ചിലർക്ക് ആ ദാഹം ഉണ്ടാവും, ചിലർക്ക് ദാഹം കാണില്ല. പക്ഷേ പതുക്കെ പതുക്കെ ദാഹം വരുമ്പോൾ കുടിക്കാൻ ഒരു ഉറവ കണ്ടെത്തി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ദാഹം വന്നാൽ പോയി കുടിക്കാം നമുക്ക്. അതുകൊണ്ട് ചിലർ ദാഹം ഇല്ലാതെ വരും. എപ്പോഴെങ്കിലും ദാഹം വരുമ്പോൾ ഇത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഒന്നും ഇവിടെ നമുക്ക് കെടുതിയേ ഇല്ല. ഒരു സത്സംഗവും ആർക്കും കെടുതിയില്ല, ഒന്നും കെടുതിയില്ല. അങ്ങനെ നമ്മൾ കരുതിയാൽ നമ്മുടെ അധ്യാത്മ ജീവിതം പരിപൂർണമാവും.